ശബരിമല യുവതീ പ്രവേശത്തിൽ സുപ്രീംകോടതിയിൽ നിലപാടറിയിച്ച തന്ത്രി കണ്ഠരര് രാജീവര് യുവതീ പ്രവേശന വിലക്ക് തുടരണമെന്ന് സുപ്രീംകോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ തന്ത്രി വ്യക്തമാക്കി. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, വിശദാംശങ്ങൾ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തന്ത്രി കണ്ഠരര് രാജീവര് നൽകിയിരിക്കുന്ന ഹർജി. എന്തായാലും ഇതിലാണ് കൃത്യമായ നിലപാടുകളും വാദങ്ങളും ഇപ്പോൾ തന്ത്രി എഴുതി നൽകിയിരിക്കുന്നത്. അതായത് യുവതീ പ്രവേശന വിലക്ക് തുടരണമെന്ന് ദേവപ്രശ്നത്തിൽ വ്യക്തമായി എന്നതാണ് ഇപ്പോൾ തന്ത്രി നൽകിയ വാദത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദൈവിക ശക്തിയിൽ നിന്നുള്ള ആധികാരിക നിർദ്ദേശമായി ഇത് കണക്കാക്കണമെന്നും തന്ത്രി തന്റെ വാദത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദൈവിക ശക്തിയാണ്, അതുപോലെ തന്നെ ഒരു ആരാധനാമൂർത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്ത്രിക്ക് പോലും അഭിപ്രായം പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദേവപ്രശ്നത്തിൽ വ്യക്തമായ കാര്യങ്ങൾ അത് കോടതി പരിഗണിക്കണം എന്നതാണ് തന്ത്രി ഇപ്പോൾ നൽകിയ വാദത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ കേരള സമൂഹം ഈ ആരാധനാ നിയമം, യുവതീ പ്രവേശന വിലക്കെന്ന ആരാധന നിയമം അത് നേരത്തെ തന്നെ അംഗീകരിച്ചതാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹം അടക്കം ഇത് അംഗീകരിച്ചിട്ടുണ്ടെന്നും തന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെയാണ് ഇത്തരത്തിൽ ഈ വാദം എതിർകക്ഷികൾക്ക് എഴുതി നൽകാനുള്ള സമയം അവസാനിക്കാൻ പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുവരെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നാളെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. എന്തായാലും യുവതീ പ്രവേശന വിലക്ക് തുടരണമെന്ന് തന്നെയാണ് തന്ത്രി കണ്ഠരര് രാജീവര് കൂടി ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ശരി, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു തന്ത്രി കണ്ഠരര് രാജീവര്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.